നമസ്കാരം, നൈനാസ് ഫ്ലേവേഴ്സ് ആൻഡ് സ്പൈസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഒരു നാടൻ സ്വീറ്റ് റെസിപ്പിയുമായിട്ടാണ്. ഒരു ബൂന്തി ലഡു, നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന സാധാരണ ബൂന്തി ലഡു. അപ്പൊ എങ്ങനെയാണ് ആ ലഡു ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ബൂന്തി ലഡുവിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായിട്ട് 1 കപ്പ് കടലമാവ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ നമുക്ക് അരിച്ചെടുക്കാം. അതെന്തിനാണ് അരിക്കുന്നതെന്ന് വെച്ചാൽ അതിൽ എന്തെങ്കിലും തരിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് ഇല്ലാതാവാൻ വേണ്ടിയാണ് ഇങ്ങനെ അരിച്ചെടുക്കുന്നത്. അപ്പോൾ ബാറ്റർ നമുക്ക് ആദ്യം ബൂന്തി ഉണ്ടാക്കാനുള്ള ബാറ്റർ റെഡിയാക്കണം. അത് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ബാറ്റർ ആയിരിക്കണം. അപ്പോൾ അതിന് ഇതുപോലെ നമുക്ക് അരിച്ചങ്ങ് എടുക്കാം. ഇപ്പം നല്ല ഫൈനായിട്ട് ഇത് അരിച്ചു വെച്ചിരിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ 1 നുള്ള് ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 2 നുള്ള് ഞാനിവിടെ ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. അത് നല്ലൊരു യെല്ലോ അല്ലെങ്കിൽ ഓറഞ്ച് കളറിന് വേണ്ടി നമുക്കിതുപോലെ ഫുഡ് കളർ ചേർക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഫുഡ് കളർ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരം മഞ്ഞൾപ്പൊടി ചേർത്താലും മതി. അത് നിങ്ങൾ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം കൂടി ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അതുപോലെ തന്നെ ബേക്കിംഗ് സോഡ ആയതുകൊണ്ടാണ് ഞാൻ 1 നുള്ള് ചേർത്ത് കൊടുക്കുന്നത്. ബേക്കിംഗ് പൗഡറാണ് നിങ്ങൾ ചേർക്കുന്നതെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഓക്കെ, ഇനി ഇത് നല്ലതുപോലെ ഇങ്ങനെ അങ്ങ് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമുക്കിതിനെ ഒന്ന് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അത് എത്ര വെള്ളമെന്ന് ഞാൻ മിക്സ് ചെയ്തിട്ട് പറയാം. ഇപ്പം ഞാനിവിടെ 1/4 കപ്പാണ് ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് മിക്സ് ചെയ്ത് വരുമ്പോൾ അറിയാൻ പറ്റും. ഒരു നല്ലൊരു സ്മൂത്ത് ബാറ്ററിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ വേണം ഒഴിക്കാൻ. ഇപ്പോൾ ഒരു 1/4 കപ്പും കൂടി ഞാനിവിടെ ചേർക്കുന്നുണ്ട്. ഇത് മിക്സ് ചെയ്ത് വരുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റും എത്രയാണ് ആവശ്യം എന്നുള്ളത്. അപ്പോൾ ഇതുപോലെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ കുറച്ചും കൂടി ഒന്ന് ലൂസാക്കാനുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒന്ന് ചേർത്താൽ ഈ ഒരു പരുവത്തിൽ കിട്ടും. അപ്പോൾ നമ്മൾ 1/2 കപ്പും ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടിയാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും മാവിനനുസരിച്ച് ചിലപ്പോൾ ഡിഫറൻസ് വരും. അപ്പോൾ 1/2 കപ്പ് വെള്ളം നിങ്ങൾക്ക് ചേർക്കാം. അതിന് ശേഷം ഈ 2 ടേബിൾ സ്പൂണോ 1.5 ടേബിൾ സ്പൂണോ അത് കുറേശ്ശെ ചേർത്ത് നിങ്ങൾക്ക് ഈ ഒരു പരുവത്തിൽ ആക്കിയെടുക്കാം. ഇനി നമുക്കിത് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഇതുപോലൊരു പാൻ എടുത്ത് വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഓയിൽ ചൂടാക്കാനായിട്ട് വെക്കാം. അതുപോലെ തന്നെ ബൂന്തി ഇട്ട് വെക്കാനായിട്ട് ഇതുപോലൊരു റെയിനർ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ബൂന്തി ചെയ്യാൻ പോണത് ഈ ഒരു പാത്രത്തിലാണ്. നമുക്ക് ഇങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ ഇതിലും ചെയ്യാം. കുറച്ച് വലുതായിരിക്കുമെന്നേ ഉള്ളൂ. അപ്പം നിങ്ങളുടെ കയ്യിൽ ഇതാണെങ്കിൽ അതിലൊഴിച്ച് ചെയ്യാം. അല്ല ഇങ്ങനെ എന്തെങ്കിലും ഹോളുള്ളതുണ്ടെങ്കിൽ ഇതിലും ചെയ്യാം. ഇത് കുറച്ചുകൂടെ ചെറിയ ബൂന്തി കിട്ടും. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതാണ് ഞാൻ ഇട്ട് നോക്കിയത്. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ കുറച്ച് ഹൈറ്റിൽ വെച്ച് ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കണം. അപ്പോൾ അത് എല്ലാ സ്ഥലത്തോട്ടും ഇങ്ങനെ സ്പ്രെഡായി വീഴും. ചെറുതായിട്ട് ഇങ്ങനെ വീഴുന്നില്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വിരൽ വെച്ചൊന്ന് തട്ടിയാൽ മതി. ഈ ഒരു പരുവത്തിൽ ചെയ്യുകയാണെങ്കിൽ അധികം എഫേർട്ടൊന്നും ഇല്ലാതെ തന്നെ ചെറുതായിട്ട് ഇങ്ങനെ തട്ടുമ്പോൾ തന്നെ അങ്ങ് വീണോളും. അല്ല കുറച്ച് മാവ് നല്ല കട്ടിക്കൊക്കെയാണ് നിങ്ങൾ ആ ഒരു ബാറ്റർ റെഡിയാക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അത് വീഴുന്നത്. അപ്പോൾ അതിങ്ങനെ ആവശ്യത്തിന് ഇങ്ങനെ ചുറ്റിച്ച് എടുത്തതിന് ശേഷം നമുക്ക് ഇതിനെ അങ്ങ് കോരിയെടുക്കാം. കാരണം ഇത് നല്ല ചൂടിലാണ് കിടക്കുന്നത്. ഇങ്ങനെ ഒന്ന് ഇളക്കി ഒരു 30 സെക്കൻഡ് ഇങ്ങനെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിനെ നമുക്കങ്ങ് കോരി മാറ്റാം. കാരണം ഇപ്പം തന്നെ അത് കുക്കായി ഇരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ക്രിസ്പി രീതിയിൽ വരും. ഇതുപോലെ ഒരു 30 സെക്കൻഡ് പോലെ 1 മിനിറ്റ് വരെ ഇട്ടതിന് ശേഷം ഇങ്ങനെ അങ്ങ് കോരിയെടുക്കുക. അത് നിങ്ങളുടെ ഓയിലിൻ്റെ ചൂടനുസരിച്ച്. ഇതിനെ നമുക്കങ്ങ് കോരി മാറ്റിയതിന് ശേഷം നെക്സ്റ്റ് ട്രിപ്പ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ബൂന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഒരു 4-5 പ്രാവശ്യമായിട്ട് ചെയ്താണ് ഇത്രയും ബൂന്തി നമുക്കിവിടെ കിട്ടുന്നത്. നല്ല ഫൈൻ ചെറിയ ബൂന്തിയാണ് ഈ കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ലഡുവിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര പാനി റെഡിയാക്കണം. അതിനായിട്ട് ഞാനിവിടെ ഏകദേശം 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. ഇത് 1 കപ്പ് നിറച്ചങ്ങ് എടുത്തിട്ടില്ല ഞാൻ. ഏകദേശം 1 കപ്പ് അത്രേ എടുത്തിട്ടുള്ളൂ. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് മധുരം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അപ്പോൾ പഞ്ചസാര ഒരു പാനിൽ ഇതുപോലെ വിട്ടതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർക്കണം. ഒരു 1/2 കപ്പ് രീതിയിൽ കുറച്ച് വെള്ളം എടുക്കുക. എന്നിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഏകദേശം 1/2 കപ്പ് വെള്ളമാണ് ഇവിടെ ചേർക്കുന്നത്. എന്നിട്ട് ഇതിനെ നമുക്കൊന്ന് അലിയിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പഞ്ചസാര ഇവിടെ അലിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ റോസ് വാട്ടർ ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ താല്പര്യാനുസരണമാണ് ചേർക്കേണ്ടത്. ഇത് ഇഷ്ടമല്ല എന്നുള്ളതെങ്കിൽ ചേർക്കണ്ട. റോസ് വാട്ടർ ആകുമ്പോൾ ആ ലഡുവിനൊരു നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ആ ഒരു നാടൻ ബൂന്തി ലഡുവിൽ എപ്പോഴും റോസ് വാട്ടർ ചേർക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലേവർ കിട്ടാനാണ് ചേർക്കുന്നത്. അതിൻ്റെ കൂടെ ഞാനിവിടെ ഒരു ഏലക്കയുടെ അകത്തുള്ള ആ ഒരു അരി അതും കൂടി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏലക്കയുടെ ഒരുപാട് സ്മെല്ല് ഇഷ്ടമുള്ളവർക്ക് ഒന്നിൽ കൂടുതൽ ചേർക്കാം. പൊടിച്ച് ചേർക്കുന്നവരുണ്ട്. ഇവിടെ അധികം ഏലക്കയുടെ സ്മെല്ല് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ അകത്ത് ആ ഒരു അരി ഒരെണ്ണത്തിൻ്റെയാണ് ചേർക്കുന്നത്.
ഇപ്പം നമ്മുടെ പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് കളറും കൂടി ചേർക്കുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ എൻ്റെ ലഡ്ഡുവിൽ ഞാൻ ഉദ്ദേശിച്ച ഒരു കളർ വന്നിട്ടില്ല. ഇതൊരു ലൈറ്റ് യെല്ലോയിഷ് ഓറഞ്ച് കളറാണ്. എനിക്ക് കുറച്ചും കൂടി നല്ല ഡാർക്ക് ഓറഞ്ച് കളറിലോട്ട് കിട്ടണം. നല്ല ഓറഞ്ച് കളറിൽ കിട്ടണം. ഇതിപ്പോൾ ഒരു ചെറിയൊരു യെല്ലോയിഷ് ഓറഞ്ചാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു നുള്ള് കളർ പൗഡറും കൂടി ഞാൻ ഈ പഞ്ചസാര പാനിയിലോട്ട് ചേർത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് യെല്ലോ കളർ മതി എന്നുണ്ടെങ്കിൽ ആദ്യമേ ചേർക്കുന്ന കളർ മതി. അല്ലാതെ നിങ്ങൾ എന്ത് കളറാണോ ഉദ്ദേശിക്കുന്നത് ആ ഒരു കളർ നിങ്ങളുടെ ബൂന്തിക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കി കളർ എത്ര വേണോ അത് നിങ്ങൾ പഞ്ചസാര പാനിയിൽ ചേർത്താൽ മതി. എന്നിട്ട് നമ്മൾ ബാക്കി പ്രോസസ്സ് ചെയ്യുമ്പോൾ ലാസ്റ്റ് ഔട്ട്പുട്ട് നല്ല അട്രാക്റ്റീവ് കളറിൽ കിട്ടും. ഇനി നമുക്ക് ഈ ബൂന്തിയെ ഒന്ന് പൊടിച്ചെടുക്കണം. എന്നാലേ അതിൻ്റെ ഒരു ടെക്സ്ചർ കറക്റ്റ് ആവും. അപ്പോൾ ആദ്യം നമുക്കിത് പൊടിച്ചെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഈ പഞ്ചസാര പാനി അങ്ങ് ഒരു നൂൽ പരുവോ അങ്ങനെയൊന്നും ആകേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് കുറുകി വന്നാൽ മതി. ജസ്റ്റ് ഒന്ന് കുറുകി വരണം. ഒരുപാട് അങ്ങ് പഞ്ചസാര പാനി പോലെ ആയിപ്പോയാൽ അങ്ങ് ക്രിസ്റ്റലൈസ്ഡ് ആയിപ്പോവും. അപ്പോൾ ലഡുവിനൊരു മയം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അതൊന്ന് കുറുകി വരണം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഇതുപോലെ ഒരു 2 ഡ്രോപ്പ് നാരങ്ങ നീരൂടെ ഞാൻ ഒഴിക്കുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ അങ്ങ് ഒരുപാട് അങ്ങ് ക്രിസ്റ്റലൈസ്ഡ് ആവാതിരിക്കാനാണ്. ഈ ഒരു പരുവത്തിലാണ് ഞാനിവിടെ എടുക്കുന്നത്. നല്ല കുറുകിയിരിപ്പുണ്ട്, എന്നാൽ ഒരു നൂൽ പരുവോ അങ്ങനെ ഒന്നുമല്ല. ഇപ്പം നമ്മുടെ ഇത് ബൂന്തി ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതങ്ങ് മിക്സിയിൽ ശരിക്കും അങ്ങ് പൊടിച്ചെടുക്കരുത്. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയോ ചെയ്യാവൂ. ആ പൾസ് മോഡിലിട്ട് ഒന്ന് ക്രഷ് ചെയ്യണം. അപ്പോൾ കുറച്ച് ബൂന്തിയായിട്ടും കുറച്ച് പൗഡറായിട്ടും ഇങ്ങനെ ഇരിക്കും. ഈ ഒരു പരുവത്തിൽ നമുക്ക് ഈ പഞ്ചസാര പാനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ലഡുവിൽ ഗാർണിഷ് ചെയ്യാനായിട്ട് ഞാനിവിടെ കുറച്ച് ബദാം ഇങ്ങനെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഏതാണോ അതെടുക്കാം. അതിപ്പോൾ നിങ്ങൾക്ക് കാഷ്നട്ടാണ് ഇഷ്ടമെങ്കിൽ അതെടുക്കാം, അല്ല കിസ്മിസ് ആണെങ്കിൽ അതെടുക്കാം. കിസ്മിസ് ഒക്കെ ആണെങ്കിൽ ഒന്ന് നെയ്യിലൊന്ന് വറുത്തിട്ടിടുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം നിങ്ങൾ ചെയ്താൽ മതി. അപ്പം ഞാനിങ്ങനെയാണ്. ഇത് കണ്ടോ, നല്ല ബൂന്തിയുടെ ആ ഒരു നല്ല ഫൈനായിട്ടാണ് ഇരിക്കുന്നത്. ഇതിലേക്ക് നമുക്കിനി ഈ പഞ്ചസാര പാനി അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പഞ്ചസാര പാനി ചേർക്കുന്ന ഇതിവിടെ ഇപ്പോൾ കറക്റ്റ് അളവിനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 1 കപ്പ് മാവിൻ്റെ ബൂന്തിക്ക് 1 കപ്പ് പഞ്ചസാര 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് അതിനെ ഈ ഒരു പരുവത്തിലാക്കുമ്പോൾ കറക്റ്റ് അളവാകും. പക്ഷേ നിങ്ങൾ എടുക്കുന്നത് ഇപ്പോൾ വേറൊരു അളവാണ്, കൂടുതൽ പഞ്ചസാരയൊക്കെ എടുക്കുന്നെങ്കിൽ കുറേശ്ശെ ഒഴിച്ചിട്ട് നിങ്ങളിതിനെ ഒന്ന് ഇളക്കി കൊടുത്ത് നോക്കണം. അപ്പോൾ ബൂന്തി കംപ്ലീറ്റ് ആയിട്ട് പഞ്ചസാര പാനിയിൽ അങ്ങ് സോക്കാവണം. സോക്കാവുമ്പോൾ ഇതിങ്ങനെ കുറച്ച് ലൂസായിട്ടിരിക്കും. പക്ഷെ നമ്മൾ ഇതിനെ ഒന്ന് ഇങ്ങനെ അടച്ച് ഒരു 10 മിനിറ്റ് വെച്ചേക്കും. 10 മിനിറ്റ് വെക്കുമ്പോൾ നമുക്ക് കയ്യിൽ പിടിക്കാൻ പറ്റുന്ന ഒരു ചൂടൽ ആയി വരും, കുറച്ചൊന്ന് തണുത്ത് വരും. ആ ടൈം വരെ വെക്കുമ്പോൾ ഇതങ്ങ് കുറച്ചും കൂടി ഒന്ന് ഹാർഡായിട്ട് വരും. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി കറക്റ്റിന് വരും. നിങ്ങൾക്ക് ഇപ്പം പിടിക്കാൻ പറ്റില്ല, ഇത് നല്ല ചൂട് മാത്രമല്ല കുറച്ച് ലൂസും കൂടിയാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇങ്ങനെ ഒന്ന് ശരിയാക്കി ലെവൽ ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് അടച്ചു വെച്ചേക്കാം. 10 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം നമുക്കിത് എടുത്ത് നോക്കാം. ഇപ്പോൾ ഇത് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്കിതിവിടെ നോക്കുമ്പോൾ ഇതിങ്ങനെ കുറച്ചൊന്ന് ഡബിൾ സൈസിലായിട്ടിരിക്കുകയാണ്. കാരണം അതിങ്ങനെ നല്ല രീതിയിൽ ആ പഞ്ചസാരയിൽ സോക്കായിരിക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ നമ്മുടെ നെയ്യും കൂടി ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് ഇതിപ്പോൾ നമുക്ക് കയ്യിൽ പിടിക്കേണ്ട ഒരു ചൂടേ ഉള്ളൂ, അധികം ചൂടില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് ഇങ്ങനെ ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്കിത് കറക്റ്റ് ഓരോരോ റൗണ്ടായിട്ട് പിടിക്കാം. റൗണ്ടായിട്ട് കയ്യിൽ കുറച്ചൊന്ന് നെയ്യൊന്ന് തടവിയതിന് ശേഷം നമുക്ക് ഓരോ ലഡുവായിട്ട് പിടിച്ചെടുക്കാം. ഒരുപാടങ്ങ് ചൂട് നിങ്ങളിതിപ്പോൾ ചെയ്യുന്ന സമയത്ത് ഇൻ കേസ് ഇതിൽ ചൂടൊന്നുമില്ല, കയ്യിൽ പിടിക്കുമ്പോൾ അത് പൊട്ടിപ്പോകുന്ന അങ്ങനെ എന്തെങ്കിലും ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 30 സെക്കൻഡ് മൈക്രോവേവ് ഓവനിൽ വെച്ചിട്ടൊന്ന് എടുത്താൽ മതി. അപ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് വരും. അതാണ് അതിൻ്റെ ഒരു ടിപ്പ്. നിങ്ങൾ എപ്പോഴും അത് ഓർത്താൽ മതി. നിങ്ങളത് പിടിക്കുന്നതിന് മുമ്പ് ഇൻ കേസ് നിങ്ങൾക്കത് ചൂട് കുറവ്, ലഡു പിടിക്കുന്നത് കറക്റ്റ് ആവുന്നില്ല, അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു 30 സെക്കൻഡ് മൈക്രോവേവിൽ വെക്കുക, അതിന് ശേഷം എടുത്ത് ചെയ്യുക. അത്രേ ഉള്ളൂ. ഇനി ഇപ്പോൾ ഇത് കയ്യിൽ പിടിക്കാവുന്ന ചൂടേ ഉള്ളൂ. എന്നിട്ട് ഇതുപോലെ നമുക്കൊന്ന് റൗണ്ട് ചെയ്ത് എടുക്കാം. ഇതുപോലെ നമുക്ക് പതുക്കെ ഓരോന്നായിട്ട് റൗണ്ട് ചെയ്ത് എടുക്കാം. ഗാർണിഷ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കിസ്മിസോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ഇതിൻ്റെ ടോപ്പിൽ വെച്ചും കൊടുക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എല്ലാ ലഡുവും ഒന്ന് പിടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ എല്ലാ ലഡുവും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബൂന്തി ലഡു റെഡിയാക്കാൻ. വളരെ സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. ഷെയർ ചെയ്താൽ മാത്രമേ റെസിപ്പി മറ്റുള്ളവരിലേക്ക് കിട്ടുകയുള്ളൂ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തുള്ള ഒരു ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി കിട്ടുകയുള്ളൂ. അപ്പം നെക്സ്റ്റ് റെസിപ്പിയുമായി കാണുന്നത് വരെ ബൈ.